സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്വിക്ക് റിവിഷൻ ആണ്. എപ്പോഴത്തെയും പോലെ തന്നെ ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ത്വക്ക് മനുഷ്യ ശരീരത്തിന്റെ ആകെ ഭാരത്തിന്റെ എത്ര ശതമാനമാണ്? ത്വക്ക് മനുഷ്യ ശരീരത്തിന്റെ ആകെ ഭാരത്തിന്റെ എത്ര ശതമാനമാണ്? 16%. 16%. റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. സർ ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ. തകഴി ശിവശങ്കര പിള്ളയുടെ ആത്മകഥ. തകഴി ശിവശങ്കര പിള്ളയുടെ ആത്മകഥയുടെ പേര് ഓർമ്മയുടെ തീരങ്ങളിൽ. ഓർമ്മയുടെ തീരങ്ങളിൽ എന്നതാണ് തകഴി ശിവശങ്കര പിള്ളയുടെ ആത്മകഥയുടെ പേര്. ഇന്ത്യൻ ഫെഡറൽ സംവിധാനം ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ്? ഇന്ത്യൻ ഫെഡറൽ സംവിധാനം ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ്? ഫെഡറൽ സംവിധാനം ഏത് രാജ്യത്തിന്റെ മാതൃകയാണ്? കാനഡയാണ്. കാനഡയുടെ മാതൃകയാണ്. മനുഷ്യ ശരീരത്തിലെ പോരാളി എന്നറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ പോരാളി എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കളാണ്. മനുഷ്യ ശരീരത്തിലെ പോരാളി എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കൾ. ദേശീയ വനിതാ കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? ജയന്തി പട്നായിക്. ജയന്തി പട്നായിക് ആയിരുന്നു ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏകദേശം എത്ര ശതമാനം പ്രദേശങ്ങളാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏകദേശം എത്ര ശതമാനം പ്രദേശങ്ങളാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നത്? 63% പ്രദേശങ്ങളാണ്. 63% പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു. കേരള സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് കേസരി ബാലകൃഷ്ണ പിള്ളയാണ്. കേസരി ബാലകൃഷ്ണ പിള്ളയാണ് കേരള സോക്രട്ടീസ് എന്ന് അറിയപ്പെടുന്നത്. ഐക്യ നാണയ സംഘം ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഐക്യ നാണയ സംഘം ആരാണ് ആരംഭിച്ചത്? ഐക്യ നാണയ സംഘം വാഗ്ഭടാനന്ദനാണ്. ഐക്യ നാണയ സംഘം ആരംഭിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമാണ് ബംഗാൾ ഗസറ്റ്. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് ഏതാണ്? കാഴ്ചശക്തി പരിശോധിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചാർട്ട് സ്നെല്ലൻ ചാർട്ടാണ്. സ്നെല്ലൻ ചാർട്ടാണ് കാഴ്ചശക്തി പരിശോധിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചാർട്ട്. ചാർട്ടിന്റെ പേര് സ്നെല്ലൻ ചാർട്ട്. ബംഗാൾ വിഭജനം ബ്രിട്ടീഷുകാർ റദ്ദു ചെയ്ത വർഷം ഏതാണ്? ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം ബ്രിട്ടീഷുകാർ റദ്ദു ചെയ്തത് ഏത് വർഷമാണ്? 1911. 1911. ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത്? ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സത്യാർത്ഥ പ്രകാശമാണ്. സത്യാർത്ഥ പ്രകാശമാണ് ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്ന് അറിയപ്പെടുന്നത്. ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്ന വർഷം 1988. 1988 ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നത്. 1988. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ക്യാൻറ്റീൻ പ്രവർത്തനം ആരംഭിച്ച ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്യാൻറ്റീൻ പ്രവർത്തനം ആരംഭിച്ച ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ല. മുതിർന്ന പൗരന്മാർക്കായിട്ട് സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതി. മുതിർന്ന പൗരന്മാർക്കായിട്ട് സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. പദ്ധതിയുടെ പേരെന്താണ്? നവജീവൻ എന്നാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി? മുതിർന്ന പൗരന്മാർക്കായിട്ട്. മുതിർന്ന പൗരന്മാർക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വയം തൊഴിലിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നവജീവൻ. ബാബരി മസ്ജിദ് തകർത്തതിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ബാബരി മസ്ജിദ് തകർത്തതിനെ കുറിച്ച് അന്വേഷിച്ചത് ഏത് കമ്മീഷനാണ്? ഏത് കമ്മീഷനാണ്?
ലിബർഹാൻ കമ്മീഷൻ എന്തിനെ കുറിച്ചാണ് അന്വേഷിച്ചത്? ബാബരി മസ്ജിദ് തകർത്തതിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ലിബർഹാൻ കമ്മീഷൻ. ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? ഏത് വട്ടമേശ സമ്മേളനത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ പങ്കെടുത്തത്? ഏതിലാണ്? രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ പങ്കെടുത്തത്. രണ്ടാം വട്ടമേശ സമ്മേളനം. അടുത്ത ചോദ്യം, മുന്തിരിയിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മുന്തിരിയിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് ഏത് ആസിഡാണ്? ടാർട്ടാറിക് ആസിഡ് ആണ്. മുന്തിരിയിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. ഇനി ഓസോണിന്റെ നിറം ഇളം നീലയാണ് ഓസോണിന്റെ നിറം. കോട്ടയ്ക്കൽ ശിവരാമൻ ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്? കോട്ടയ്ക്കൽ ശിവരാമൻ കഥകളിയാണ്. കോട്ടയ്ക്കൽ ശിവരാമൻ ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്? കഥകളി. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് രാജാരാമണ്ണയാണ്. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാരാമണ്ണ. സിറിൽ റാഡ്ക്ലിഫിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ പാക് അതിർത്തി നിർണയ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? ഇന്ത്യ പാക് അതിർത്തി നിർണയ കമ്മിറ്റി ആരുടെ നേതൃത്വത്തിലായിരുന്നു? സിറിൽ റാഡ്ക്ലിഫിന്റെ നേതൃത്വത്തിലായിരുന്നു. ആ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 5 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. സിറിൽ റാഡ്ക്ലിഫിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ പാക് അതിർത്തി നിർണയ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 5. 2022 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത്? 2022 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് കേരളമാണ്. കേരളം. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, അദ്ദേഹം ഏത് സംസ്ഥാനക്കാരനാണ്? ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഏത് സംസ്ഥാനക്കാരനാണ്? രാജസ്ഥാനാണ്. രാജസ്ഥാൻ. 2022 ഫിഫ ലോകകപ്പിൽ 3ാം സ്ഥാനം നേടിയ രാജ്യം? 2022 ഫിഫ ലോകകപ്പില് 3ാം സ്ഥാനം നേടിയത് ആരാണ്? ക്രൊയേഷ്യയാണ്. 1ഉം 2ഉം സ്ഥാനം നേടിയത് ആരൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക. 2022 ഫിഫ ലോകകപ്പില് 3ാം സ്ഥാനം നേടിയത് ക്രൊയേഷ്യ. 1ഉം 2ഉം സ്ഥാനക്കാര് ഏത് രാജ്യങ്ങളായിരുന്നു എന്ന് കമന്റ് ചെയ്യുക. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ ആണ്. ഗ്ലോബുലിൻ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിൻ. ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള കലകൾ ഏതാണ്? ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള കലകൾ ഏതാണ്? യോജക കലകളാണ്. യോജക കലകളാണ് ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള കലകൾ. യോജക കലകൾ. ദൈവഗണം എന്ന് അറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ ആണ്. ഹിഗ്സ് ബോസോൺ ദൈവഗണം എന്ന് അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, കുറിച്യ കലാപത്തിന്റെ കാരണം താഴെ കൊടുത്തതിൽ ഏതാണ്? തന്നിരിക്കുന്നത് ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തി, നികുതി പണമായിട്ട് അടയ്ക്കാൻ നിർബന്ധിച്ചു, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇതെല്ലാം കുറിച്യ കലാപത്തിന്റെ കാരണമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം കുറിച്യ കലാപത്തിന്റെ കാരണങ്ങളാണ്. അടുത്തത്, ഏത് നവോത്ഥാന നായകന്റെ കൃതിയാണ് ദക്ഷിണായനം? ദക്ഷിണായനം ഏത് നവോത്ഥാന നായകന്റെ കൃതിയാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. ഗേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? ഗേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് കെ.എം. ഭീനാമോൾ. ഏത് വിളയുടെ സങ്കര ഇനമാണ് മഞ്ചിമ? മഞ്ചിമ എന്നത് വെണ്ടയുടെ സങ്കരയിനമാണ് മഞ്ചിമ. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം ആരംഭിച്ച വർഷം ഏതാണ്? വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം ആരംഭിച്ചത് 1917 1917 വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനം കേരളമാണ്. കേരളം. ഇന്ത്യയുടെ ആത്മഹത്യാ നഗരം എന്നറിയപ്പെടുന്നത് ബംഗളൂരു ആണ്.
മികച്ച സംവിധായകനുള്ള 2022 ഏഷ്യൻ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? മികച്ച സംവിധായകനുള്ള 2022 ഏഷ്യൻ അക്കാദമി അവാർഡ് ലഭിച്ചത് ബേസിൽ ജോസഫിനാണ്. ബേസിൽ ജോസഫ്. 2022 റംസാർ പട്ടികയിൽ ഇടം നേടിയ പിച്ചാവരം കണ്ടൽ വനം ഏത് സംസ്ഥാനത്താണ്? കണ്ടൽ വനം ഏതാണ്? പിച്ചാവരം കണ്ടൽ വനം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. 2022 റംസാർ പട്ടികയിൽ ഇടം നേടിയ പിച്ചാവരം കണ്ടൽ വനം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്. ഇബ് ടെൽ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? ഇബ് ടെൽ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? മഹാനദിയുടെ പോഷക നദികളാണ് ഇബ് ടെൽ എന്നിവ. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് എക്കൽ മണ്ണാണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പൈലറ്റ് ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പൈലറ്റ് ദുർബ ബാനർജിയാണ്. ദുർബ ബാനർജിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പൈലറ്റ്. ദുർബ ബാനർജി. ഭീമനെ നായകനാക്കിയിട്ട് രണ്ടാം ഊഴം എന്ന നോവൽ രചിച്ചത് ആരാണ്? നോവലിന്റെ പേര് രണ്ടാം ഊഴം. ആരെ നായകനാക്കിയതാണ്? ഭീമനെ നായകനാക്കിയിട്ട്. ആരാണ് രചിച്ചത്? MT വാസുദേവൻ നായരാണ്. ഭീമനെ നായകനാക്കിയിട്ട് രണ്ടാം ഊഴം എന്ന നോവൽ രചിച്ചത് ആരാണ്? MT വാസുദേവൻ നായർ. ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ അറിയപ്പെടുന്നത്? ഗന്ധം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഏതാണ്? അനോസ്മിയ. ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ് അനോസ്മിയ. അവസ്ഥയുടെ പേര് അനോസ്മിയ. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം? ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം മണികർണിക എന്നാണ്. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം മണികർണിക. ശ്രീനാരായണ ഗുരു ആലുവയില് സർവമത സമ്മേളനം നടത്തിയ വർഷം ഏതാണ്? 1924 ശ്രീനാരായണ ഗുരു ആലുവയില് സർവമത സമ്മേളനം നടത്തിയ വർഷം 1924. കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ല. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ്? റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണ്. കടുവ. രാഷ്ട്രീയ ജാതകം എന്ന് KM മുൻഷി വിശേഷിപ്പിച്ച ഭരണഘടനാ ഭാഗം ഏത്? എങ്ങനെയാണ് രാഷ്ട്രീയ ജാതകം എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? KM മുൻഷി. ഏത് ഭാഗത്തെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്? ആമുഖത്തെയാണ്. ഭരണഘടനയുടെ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? KM മുൻഷിയാണ്. KM മുൻഷി ഭരണഘടനയുടെ ആമുഖത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? രാഷ്ട്രീയ ജാതകം. ഈ ഒരു ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണെണ്ണ വിമുക്ത നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണെണ്ണ വിമുക്ത നഗരം ഡൽഹിയാണ്. ഡൽഹിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണെണ്ണ വിമുക്ത നഗരം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് നോക്കിയത്. ഈ 50 ചോദ്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്